കൊല്ലത്തെ വിജയം അത് UDF-നെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി മധുരം നൽകുന്നതാണ്. കാരണം എല്ലായ്പ്പോഴും ഇടതുപക്ഷത്തേക്ക് ചായ്വുള്ള കൊല്ലം ജില്ല മുഴുവനായിട്ടും UDF-ലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായിട്ട് അവർ എടുത്തു പറയുന്നത്. ബിന്ദു കൃഷ്ണയാണ് 24-നൊപ്പം ഇപ്പോൾ ചേരുന്നത്. അങ്ങനെ കൊല്ലം കൂടെ നിന്നു. അതെ, കൊല്ലത്തുകാർ എന്നെ ചേർത്ത് നിർത്തി UDF-നെ വിജയിപ്പിച്ചു. ഏറെ അഭിമാനവും അതിലേറെ സന്തോഷവുമുണ്ട്. ജനം തീരുമാനിച്ചാൽ പൊളിയാത്ത കോട്ടകളൊന്നും തന്നെ ലോകത്തില്ല. ഭരണവും ഭൂരിപക്ഷവും അധികാരവും എല്ലാം ഒപ്പം ഉണ്ടായിട്ടും വികസന മുരടിപ്പിന്റെ ഈറ്റില്ലമായി കൊല്ലത്തെ മാറ്റിയവർക്കെതിരെയുള്ള ഒരു നിലപാട് കൂടിയാണ് ജനം ഈ തെരഞ്ഞെടുപ്പിൽ എടുത്തതെന്ന് മനസ്സിലാക്കുന്നു. മാത്രവുമല്ല, കടക്കുപുറത്ത് മാറി നിൽക്കങ്ങോട്ട്, വീട്ടിൽ പോയി പറയൂ എന്നതടക്കമുള്ള ധാർഷ്ട്യം എന്ന നിലപാടുകൾ എന്ന വാചകങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് മേൽ ചൊരിഞ്ഞ ഒരു ഗവൺമെന്റിനെ പടിയിറക്കുക എന്നുള്ളത് പ്രബുദ്ധതയുള്ള ഏതൊരു ജനതയുടെയും കർത്തവ്യമാണ്. അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ ബിന്ദുകൃഷ്ണയെ പരാജയപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ള വിവാദങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും ഫലം കണ്ടില്ല എന്നിപ്പോൾ തോന്നുന്നുണ്ടോ? അതോ ആ സമയത്ത് ഉയർന്ന വെറും വിവാദങ്ങളായിട്ട് അതിനെ തള്ളിക്കളയാനാണോ ഇഷ്ടപ്പെടുന്നത്? പാർട്ടിയിലോ മുന്നണിയിലോ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. എല്ലാവരും ഒരുപക്ഷെ എന്നേക്കാൾ ഏറെ പ്രവർത്തിച്ച ഒരുപാട് സഹപ്രവർത്തകർ, മുന്നണി പ്രവർത്തകരുണ്ട്. അത് വിവാദമൊക്കെ വന്നത് തെരഞ്ഞെടുപ്പിനൊക്കെ ഒത്തിരി നാൾ കഴിഞ്ഞിട്ട് ആരോ അങ്ങനെ കാര്യമായ വിവാദം വരേണ്ട ഒരു കാര്യവുമില്ല. കഴിഞ്ഞ 5 കൊല്ലമായിട്ട് മണ്ഡലത്തിൽ നിന്ന് പ്രവർത്തിക്കുകയാണ്. മണ്ഡലത്തിനെ കുറിച്ച് അറിയുന്ന വ്യക്തി തന്നെയാണ്. അപ്പോൾ മണ്ഡലത്തിന് വേണ്ടി ഇന്ന കാര്യങ്ങൾ നടപ്പിലാക്കണമെന്നുള്ളത് ഇപ്പോഴേ മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. കൊല്ലത്തെ ജനതയ്ക്ക് ഒരുപാട് സ്വപ്നങ്ങളുള്ളതുപോലെ എനിക്കും ഈ നാടിനെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. UDF അധികാരത്തിൽ വരുമ്പോൾ കൊല്ലം ജനതയുടെ ക്ഷേമത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് പ്രകൃതി കനിഞ്ഞു നൽകിയ അനുഗ്രഹങ്ങൾ ചേർത്തു വെച്ചുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകണം എന്നുള്ളതാണുള്ളത്. എന്തായാലും UDF-നെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ ഇരട്ടി മധുരമാണ്. പ്രത്യേകിച്ച് കൊല്ലം മണ്ഡലത്തിൽ ഉൾപ്പെടെ കഠിനാധ്വാനത്തിന്റെ ഒരു റിസൾട്ട് കൂടിയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് എന്നുള്ളതാണ്. ബിന്ദു കൃഷ്ണയാണ് 24-നൊപ്പം സംസാരിച്ചത്. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സൂര്യഗായത്രി, 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.